എന്നോട് ഇടത് സർക്കാർ നടപ്പിലാക്കിയ ഏറ്റവും മികച്ച പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ലൈഫ് മിഷൻ എന്ന് പറയും. UDF അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്ന് MM ഹസൻ. തദ്ദേശ സ്ഥാപനങ്ങളുടെ അംഗീകാരം അപ്രസക്തമാക്കുന്ന വ്യവസ്ഥകൾ എടുത്തുകളയുമെന്നും MM ഹസൻ പറഞ്ഞു. ഞങ്ങൾ UDFയുടെ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ ഉൾപ്പെടെ പഞ്ചായത്തുകളുടെ അധികാരം കവർന്നെടുത്ത് സമാന്തര സർക്കാർ സംവിധാനമാക്കി ഇവർ രൂപപ്പെടുത്തിയ ഈ 4 മിഷനുകൾ ഞങ്ങൾ പിരിച്ചുവിടും. സ്വന്തമായി വീടില്ലാത്ത ഒരാളും നമ്മുടെ നാട്ടിൽ വേണ്ട എന്ന തീരുമാനം, നാടിന് അഭിമാനമായ പദ്ധതി, സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതി. ലൈഫ് മിഷനെ അംഗീകരിക്കുകയാണ് നീതി ആയോഗം. രാജ്യത്തെ ഏറ്റവും മികച്ച ഭവന പദ്ധതിയായി ലൈഫ് മിഷനെ നീതി ആയോഗ് തെരഞ്ഞെടുത്തു. കുറഞ്ഞ ചെലവിൽ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ പട്ടികയിലാണ് ലൈഫ് മിഷന്റെ ഈ നേട്ടം. എ കോംപ്രഹെൻസീവ് ഫ്രെയിംവർക്ക് ഫോർ അഫോർഡബിൾ ഹൌസിംഗ് എന്ന റിപ്പോർട്ടിലാണ് നീതി ആയോഗ് ലൈഫ് പദ്ധതിയെ പ്രശംസിക്കുന്നത്. ഗുണമേന്മയും ചിലവ് കുറഞ്ഞ നിർമ്മാണ രീതിയും എടുത്തു പറയുന്നുണ്ട് ഈ റിപ്പോർട്ടിൽ. ഇതുവരെ ലൈഫിൽ 6,547,000 വീടുകൾ നിർമ്മിക്കാനാണ് കരാർ വെച്ചത്. അതിൽ 4,76,076 വീടുകൾ പൂർത്തിയാക്കി. 1,24,471 വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരിയിൽ ലൈഫ് ഭവന പദ്ധതിയിൽ 5 ലക്ഷം വീടുകൾ പൂർത്തീകരിക്കുക എന്ന നാഴികക്കല്ല് പിന്നിടും. മാത്രമല്ല, ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന തുക ലൈഫിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് നീതി ആയോഗ് ഇതിനെ ബെസ്റ്റ് പ്രാക്ടീസായിട്ട് തിരഞ്ഞെടുത്തത്. 4 ലക്ഷം രൂപ കൊടുക്കുന്നത്. പട്ടികവർഗ സങ്കേതങ്ങളിൽ 6 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. MP രാജേഷ് പറഞ്ഞ കണക്കുകളൊന്ന് നോക്കൂ. ലൈഫ് പദ്ധതിയിൽ ഇതുവരെ 6,05,447 വീട് നിർമ്മിക്കാനാണ് അനുവദിച്ചത്. ഇതിൽ 4,76,076 വീടുകൾ നിർമ്മിച്ചു കഴിഞ്ഞു. ബാക്കി 1,24,471 വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വീടിന് 4 ലക്ഷം രൂപയാണ് സർക്കാർ നൽകുന്നത്. പട്ടികവർഗ കുടുംബങ്ങൾക്ക് ഇത് 6 ലക്ഷം രൂപയാണ്. സ്വന്തമായി ഒരു വീട് എല്ലാവരുടെയും സ്വപ്നമാണ്. പല സാഹചര്യങ്ങൾ കൊണ്ട് അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയാത്ത മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും. അവരുടെ ലൈഫാണ് ലൈഫിലൂടെ മാറ്റിയെഴുതുന്നത്.